ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വാങ്ങിയ ഒരു വളരെ വിലക്കുറഞ്ഞ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു വയർലെസ് മൈക്രോഫോണാണ് പരിചയപ്പെടുത്തുന്നത്. ഡിജിടെക്കിൻ്റെയാണ്. ഞാനിത് വാങ്ങിയത് എറണാകുളത്ത് പെൻറ്റാമേനകയിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. 2500 രൂപ വിലയായി. ഇത് വ്ളോഗേഴ്സിനും യൂട്യൂബേഴ്സിനുമൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു മൈക്രോഫോണാണ് എന്ന് പലരിൽ നിന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇത് വാങ്ങിയത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ശബ്ദത്തിൻ്റെ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്. പടത്തിൽ തന്നെ ഒരു റിസീവർ കാണാം, 2 മൈക്രോഫോണുണ്ട്. ഡിജിടെക് മൈക്രോഫോൺ ആൻഡ് റിസീവർ വിത്ത് ടൈപ്പ് സി കണക്റ്റർ, 2 മൈക്രോഫോൺ വിത്ത് 1 റിസീവർ. മോഡൽ നമ്പർ ഉണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് 10 മീറ്റർ വരെ ശബ്ദം റെക്കോർഡിംഗ് പറ്റുമെന്നാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ബാറ്ററിയുടെ നോൺ സ്റ്റോപ്പായിട്ട് ഒരു 4 മണിക്കൂർ ഉപയോഗിക്കാം എന്നും അവകാശപ്പെടുന്നുണ്ട്. ചെറിയ വയർലെസ്സിൻ്റെ മൈക്രോഫോണാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ പ്ലാസ്റ്റിക് ഞാൻ മാറ്റിയിരുന്നു. ഇതാണ് റിസീവർ. ഇതാണ് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യുന്നത് റിസീവർ. പിന്നുള്ളത് മൈക്രോഫോൺ. ഇതിങ്ങനെ നമ്മുടെ ഷർട്ടിലൊക്കെ വെക്കാനായിട്ട്, ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട്. ഇവിടെ ചാർജിങ് പോർട്ടുണ്ട്. 2 മൈക്രോഫോൺ. അപ്പോൾ നമുക്ക് 2 പേർക്ക്, ഒന്ന് നമുക്കും ഉപയോഗിക്കാം, ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ മറ്റേ ആളിനും ഉപയോഗിക്കാൻ പറ്റും. ഇവിടോട്ടിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതിലുള്ളത് ചാർജർ. നമ്മുടെ മൊബൈലിൻ്റെ ചാർജറിലേക്ക് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യും. സി പോർട്ടാണ്. പിന്നെ ഇതിനകത്തുള്ളത് ഇത് വച്ചിരുന്ന സ്പോഞ്ചിൻ്റെ ഒരു കേസാണ്. പിന്നെ ഒരു ബാഗുണ്ട്, ചെറിയൊരു ബാഗ്. ഇതൊക്കെ ഈ ബോക്സിൽ നിന്ന് മാറ്റിയിട്ട് ഇതിനകത്തിട്ട് നമുക്ക് കൊണ്ടു നടക്കാം. പിന്നുള്ളത് ഇതിൻ്റെ ഡിജിടെക് മാനുവലാണ്, ഇൻസ്ട്രക്ഷണൽ മാനുവല്. അതിൻ്റെ റിസീവറിൻ്റെ ഫങ്ഷൻസ് ഉണ്ട്, ട്രാൻസ്മിറ്ററിൻ്റെ ഫങ്ഷൻ ഉണ്ട്, പിന്നെ സൗണ്ട്, ചാർജിങ്, ബട്ടൺസിൻ്റെ ഇതൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് DC 5 വോൾട്ട് 1 ആംപിയർ, അതാണ് ഇതിൻ്റെ ചാർജിന് പവർ വേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് മൊത്തത്തിൽ വരുന്നത്. എന്തായാലും ഇനി ഇതൊന്ന് കണക്റ്റ് ചെയ്ത്, ഇത്രയും നേരം നമ്മൾ മൊബൈലിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇനി അതൊന്ന് കണക്റ്റ് ചെയ്തിട്ട് നോക്കാം സൗണ്ടിൻ്റെ വ്യത്യാസം എങ്ങനെയാണെന്ന് നോക്കാം. ഹലോ 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 ഞാനിപ്പോൾ ഈ വീഡിയോ
ചെയ്യുന്നത് നമ്മുടെ ഡിജിടെക്കിൻ്റെ മൈക്രോഫോൺ കണക്ട് ചെയ്തുകൊണ്ടാണ്. സൗണ്ട് വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. എൻ്റെ വീട്ടിലെ ലവ് ബേഡ്സാണ്. ലവ് ബേഡ്സിനെ പറ്റി അറിയാമല്ലോ, അവരെപ്പോഴും ബഹളമാണ്. കിലുകിലാന്നിങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കും. അവരെ മാറ്റി നിർത്തി ഒരു വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ല. എന്താണെന്നാലും ഈ ശബ്ദം മറ്റേ വീഡിയോയുമായി എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. നമുക്കെന്താണെങ്കിലും ഈ മൈക്രോഫോൺ 10 മീറ്ററിൽ അധികം കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ എൻ്റെ ഫോണ് മുറ്റത്ത് ചെടിയുടെ അവിടെ വെച്ചിട്ട് കുറച്ചിങ്ങോട്ടൊന്ന് നടക്കുക. 10 മീറ്റർ ദൂരമാണോ അതിൽ കൂടുതൽ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ഹലോ 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 ഏകദേശം 10 മീറ്ററിന് അപ്പുറം വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടൊന്ന് നടക്കാം. ഇത്രയൊക്കെ ദൂരം കിട്ടിയാൽ മതി, കിട്ടിയെങ്കിൽ തന്നെ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.